നമസ്കാരം ഫ്രണ്ട്സേ. വാട്സപ്പിൽ നിങ്ങൾക്ക് പലപ്പോഴും മെസ്സേജുകൾ അയച്ചിട്ടുണ്ടാവും. അതിൽ പലരും ടെക്സ്റ്റിൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നല്ല ബോൾഡായിട്ട് അല്ലെങ്കിൽ 1, 2, 3 അക്കങ്ങൾ ഇട്ടിട്ട് ഒരു സ്പെഷ്യലായിട്ട് ചിലപ്പോൾ ഇങ്ങനെ വെട്ടിയിട്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ചില ട്രിക്കിലൂടെ അതിൽ ചില കാര്യങ്ങളിൽ ബോൾഡാക്കാനും ചില വ്യത്യാസങ്ങൾ വരുത്താനും പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അറിയുന്നവർ കാണേണ്ടതില്ല, അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു സെൻറ്റൻസോ ഒരു വേർഡോ ബോൾഡാക്കണമെങ്കിൽ അതിന് മുന്നേ അതങ്ങനെ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ആ വേർഡ് ടൈപ്പ് ചെയ്തിട്ട് സ്റ്റാർ അമർത്തിയിട്ട് സെൻഡ് ചെയ്ത് നോക്കൂ. അതിങ്ങനെ നല്ല കട്ടിയിൽ ബോൾഡായിട്ട് വരും. ഇത് സെൻറ്റൻസിനും പറ്റും കേട്ടോ. തുടക്കവും അവസാനവും സ്പേസ് ഇല്ലാണ്ട് സ്റ്റാർ കൊടുത്താൽ മതി. ഇനി അടുത്തതാണ്ടോ അണ്ടർസ്കോർ അങ്ങനെയല്ലേ പറയുക, ആ സിമ്പിൾ കൊടുത്തിട്ട് ഒരു വേർഡിൻ്റെ തുടക്കവും ലാസ്റ്റവും കൊടുത്ത് നോക്കൂ. അതിങ്ങനെ ഇറ്റാലിക് ലെവലിൽ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിട്ട് ലാലേട്ടനെ പോലെ ആയിട്ട് വരും. കണ്ടില്ലേ? ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിളില്ലേ, അത് കൊടുത്തിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്ത് നോക്കൂ. ഇങ്ങനെ ഒരു രീതിയിൽ സ്റ്റൈലിൽ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് നമുക്ക് ഓരോ കാര്യങ്ങൾ ബുള്ളറ്റായി കാണിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർ ഇട്ടിട്ട് സ്പേസ് കൊടുത്താൽ ഇതങ്ങനെ വരും. കണ്ടോ? നമ്മൾ സുരേഷ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് ബുള്ളറ്റായിട്ട് അടുത്തടുത്തതായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വരും. അടുത്ത വരി വേണ്ടോ, പിന്നെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വരി ഇങ്ങനെ വരും. നമുക്കിതിങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സ് ഇങ്ങനെ ആക്കിയിട്ട് അയക്കാൻ പറ്റും. രസകരമായിട്ടില്ലേ? നമുക്ക് എന്തെങ്കിലും അങ്ങനെ സ്പെഷ്യൽ അയക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ. സ്റ്റാർ ഇട്ടിട്ട് സ്പേസ് ഇട്ടാൽ മതി. ഇനി അടുത്ത് വരുന്നത് നമ്മൾ 1, 2, 3 എന്ന് കൊടുക്കണമെങ്കിൽ 1 എന്നിട്ടിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് നമ്മൾ എന്താ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എൻ്റർ അടിക്കുമ്പോൾ വീണ്ടും 2 എന്ന് വരും. അത് അവിടെയും എന്തെങ്കിലും കൊടുത്തിട്ട് അടുത്ത എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 3 എന്ന് വരും. ഇങ്ങനെ നമുക്ക് 1, 2, 3 എന്നുള്ളത് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അത് ഏകദേശം ആ മെസ്സേജിൻ്റെ സെൻറ്ററായിട്ടാണ് വരിക. കണ്ടോ? നന്നായിട്ടുണ്ടാകും. ഇനി വരുന്നത് നമ്മൾ ആദ്യം ബുള്ളറ്റ് കൊടുത്തില്ലേ, ഒരു സ്റ്റാർ ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ട് സുരേഷ് എന്നൊക്കെ ഇട്ടിട്ട് അതിനൊപ്പം തന്നെ ആ സ്റ്റാർ ഇട്ടിട്ട് സ്പേസ് ഇട്ട ശേഷം പിന്നെയും ആ വേർഡിൻ്റെ മുന്നേയും ബാക്കിലും സ്റ്റാർ കൊടുത്താൽ അത് ബോൾഡായിട്ട് വരും. നോക്കൂ, കണ്ടോ? സ്റ്റാർ ഇട്ടിട്ട് സ്പേസ് ഇടുക, എന്നിട്ട് സ്റ്റാർ ഇട്ടിട്ട് ഒരു വേർഡ് അല്ലെങ്കിൽ സെന്റൻസ് തുടങ്ങിയിട്ട് അവസാനം സ്റ്റാർ ഇടുക. അതിനിടയിൽ ആ 2 സ്റ്റാറിൻ്റെ ഇടയിൽ സ്പേസ് പാടില്ല കേട്ടോ. അതായത് സുരേഷ് എന്നുള്ളതിൻ്റെ എസിൻ്റെ മുന്നിലും സ്റ്റാർ ഇടണമെന്നുണ്ടെങ്കിൽ അതിൽ സ്പേസ് ഇടരുത്. കണ്ടോ ഇങ്ങനെ വന്നത്? ഇനി നമുക്കൊരു വാചകം വെട്ടണം എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സെന്റൻസ് വെട്ടണം എന്ന് കരുതുക. അതെന്ത് ചെയ്യും? സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറയും. അതിൽ കണ്ടോ നമ്മുടെ കീബോർഡിൽ ഇതെങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് സ്പേസ് ഇല്ലാണ്ട് നമ്മൾ ആ വേർഡ് അടിച്ചിട്ട് വീണ്ടും ആ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ വെട്ടിയ പോലെ വരും. ഇങ്ങനെയൊക്കെ നമുക്ക് അയക്കുന്ന മെസ്സേജിൽ ടെക്സ്റ്റിനെ കൂടുതൽ മനോഹരവും ഗംഭീരവും വ്യത്യാസവും ആക്കാൻ പറ്റും. ഇതുവരെ അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാലോ, 88 65 65 65 3. ഇതിലേക്ക് ഹലോ എന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടൂ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീട്ടിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. എന്തായാലും കെട്ടണം. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടെ? www.sbmatrimony.com. നാം എന്നതിൽ നിന്ന് നമ്മളിലേക്കൊരു ചുവടുവെപ്പ്. എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ്. കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.